എല്ലാവർക്കും റാസലിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇച്ചിരി മുരിങ്ങയില തോരൻ വെക്കാമെന്നുള്ള ഒരു തീരുമാനമായപ്പോഴും മോനും ഞാനും കൂടെ കയറി ഇച്ചിരി മുരിങ്ങയിലയൊക്കെ പിച്ചുക, എന്തെങ്കിലുമൊക്കെ ഇച്ചിരി തോരൻ വെക്കാമല്ലോ. അപ്പോൾ മുരിങ്ങയ്ക്ക അങ്ങനെ അപൂർവമായി പിടിക്കുന്നത്, ഇഷ്ടം പോലെ പൂക്കും, പൂവെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോവും. പിന്നെ ചില ദിവസങ്ങളിൽ ആ പൂ പറക്കി തോരൻ വെക്കും. അപ്പോൾ ഇന്ന് ആ ഇല ഇച്ചിരി പിച്ചിയെടുത്ത് ഇച്ചിരി തോരൻ വെക്കാമെന്നുള്ള ഒരു പ്ലാനില്ല. അങ്ങനെ ഇലയും പിച്ചെടുക്കും. അദ്ദേഹത്തിന് പിച്ചാൻ അറിയത്തില്ല, എങ്ങനെ പിച്ചണം എന്നൊക്കെ ഞാനത് കാണിച്ചു കൊടുത്താണ് ഇങ്ങനെ കൈകൊണ്ട് പിച്ചിച്ചെടുക്കുന്നത്. അങ്ങനെ ഇല കൊണ്ടുവന്ന് പിച്ചാൻ അറിയത്തില്ല. പിന്നെ ഓരോ ഇല വീതം പിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് അതൊരു രസമായിട്ട് തോന്നി. അന്നേരം പിന്നെ തന്നെത്താൻ നിന്നങ്ങ് ഇല പിച്ചാനായിട്ട് ഒരുങ്ങിയിരിക്കുക. അത് ഇലയെല്ലാം പിച്ചാനായിട്ട് പോയിരുന്ന് ടി വി കാണുന്നതാണ് പുള്ളിയുടെ മെയിനായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞ് ഡാൻസ് കളി, ടാബ് കാണൽ, ഇതൊക്കെയാണ് ജോലി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ഇത്തരം കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അനുഗ്രഹവും സപ്പോർട്ടുമാണ് മോൻ്റെ വിജയം. അപ്പോൾ അതുപോലെ തന്നെ ഇനി അടുത്തത് പടം വരയ്ക്കുന്ന ബുക്ക് എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നണം ഈ ബുക്കൊക്കെ എടുത്ത് വെച്ച് പടം വരയ്ക്കണമെങ്കിൽ. തോന്നുവാണെങ്കിൽ അവിടെ ഇരുന്ന് കുറേ നേരം അത് വരച്ച് പൂർത്തിയാക്കും. ചിലപ്പോൾ ഒരു ദിവസവും എടുക്കാത്ത ദിവസങ്ങളും ഉണ്ട്. ചില ദിവസം പറയാതെ തന്നെ ബുക്ക് എടുത്ത് വെച്ച് എല്ലാം പടം നോക്കി ഇഷ്ടപ്പെട്ടത് എടുത്ത് വെച്ച് കളറ് ചെയ്യും. അതെല്ലാം തോന്നുവാണെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് മൊത്തം പണിയും അവിടെ ഇരുന്ന് അങ്ങ് ചെയ്തോളും. നിർത്താൻ പറഞ്ഞാൽ അത് പൂർത്തിയാക്കാതെ ബുക്കെടുത്ത് മടക്കി വെക്കത്തേ ഇല്ല. അവിടെ ഇരുന്ന് അങ്ങ് ചെയ്ത് തീർക്കും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ജോലി. പിന്നെ ഏത് കളർ അടിക്കണം, എങ്ങനെ അടിക്കണം, അതൊന്നും നല്ല രീതിയിലൊന്നും അറിയത്തില്ല. എന്നാലും ചെയ്യും. അത്രയൊക്കെ ചെയ്ത് വരുന്നല്ലോ, അതിന് തന്നെ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഈ മോന് ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ഒരു ഇത്രയൊക്കെ ആക്കിയെടുത്തതിൽ വളരെ സന്തോഷം. ദൈവം അതിനൊക്കെ ഇത്ര ആക്കിയതിന് ദൈവത്തിന് തന്നെ നന്ദി പറയുകയാണ്. കാരണം ചെറുപ്പത്തിൽ ഒന്നും ചെയ്യാത്ത ഒരാളാണ്, പ്രസവിച്ചണൊക്കെ കഴിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ ഇത്രയൊക്കെ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ മോനായി തീർന്നതിൽ. പിന്നെ അത് കഴിഞ്ഞ് പാട്ടിട്ട് ഡാൻസ് കളിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ജോലിയാണ് ഡാൻസ് കളി. ചെറുപ്പം മുതലേ ഡാൻസ് കളിയാണ്, ഏത് സമയവും ഡാൻസ് കളിയാണ്. പാട്ട് കേൾക്കണം, ഡാൻസ് കളിക്കണം, ഇതാണ് എപ്പോഴും ചിന്തകൾ. ഉറക്കത്തിലായാലും ഡാൻസും പാട്ടും ഒക്കെ. അത് കഴിഞ്ഞ് എനിക്ക് മുരിങ്ങയില തോരൻ വെക്കാൻ സഹായിക്കാവുന്നതെന്ന്. മുരിങ്ങയില തോരന് വന്ന് ഇളക്കുകയും അത് എനിക്ക് സഹായിച്ച് തരികയൊക്കെ ചെയ്യുക. ചിലപ്പം കൈയോട് നമ്മളൊന്ന് പിടിക്കാൻ പോയാൽ പിടിപ്പിക്കത്തില്ല. നമ്മുടെ കൈ അങ്ങ് തട്ടി മാറ്റും, തന്നെ ഇളക്കണമെന്നും പറഞ്ഞ്. അന്ന് പിടിക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പറയാം, തന്നെ ചെയ്തോളാവുന്നു. ചൂട് അല്ലയോ, ഗ്യാസ് കത്തിച്ച് വെച്ചേക്കും, അത് മറിഞ്ഞു പോയാൽ എന്തോ ചെയ്യുമെന്നും പറഞ്ഞ് നമ്മൾ ചെയ്യുന്നപ്പോൾ പിടിക്കണ്ടെന്ന് പുള്ളി വാശി പിടിച്ച് എന്നെ തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്പീഡിന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൈക്ക് ആവി അടിക്കുന്നുണ്ട്, അത് ഇങ്ങനെ ചെയ്യും. എന്നാലും എൻ്റെ കയ്യിലോട്ട് തരത്തില്ല, ഒന്ന് ഇളക്കാനോ ഒന്നും തരുന്നില്ല. അങ്ങനെ ഇളക്കി ഇലയെടുത്ത് വെച്ചാൽ ഉപ്പ് നോക്കുന്നത്. അപ്പോൾ മരപ്പെടുന്നതിന് മുമ്പ് അങ്ങ് ഉപ്പ് നോട്ടമാകും. തേങ്ങ ചിരുങ്ങിയിടുന്നതിന് മുമ്പ് അങ്ങ് ഉപ്പ് നോട്ടമാണ്. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാം ഇച്ചിരി കുക്കിങ്ങിനൊക്കെ നമ്മുടെ കൂടെ കയറി വരികയും എടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരു മനസ്സും താല്പര്യമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ തോരൻ വെക്കുക. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് പിടിപ്പിക്കത്തില്ല, അവൻ തന്നെ ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ കൈ എടുത്ത് വെച്ച് നോക്കുകയും കൂടെ ചെയ്യുക. അങ്ങനെ മണപ്പിക്കുകയും ചെയ്യും. അത് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി. എന്ത് ഭക്ഷണം എടുത്ത് വെച്ച് മണപ്പിച്ച് നോക്കണം, മണവും സ്വാദും അറിയണം. അത് ഒരു ജോലിയാണ്. ചെറുപ്പം മുതലേ ഉള്ള പുള്ളിയുടെ ഒരു ചിട്ടയാണത്. എന്തുണ്ടെങ്കിലും എടുത്ത് വെച്ച് മണപ്പിച്ച് നോക്കണം. ഇനിയിപ്പോൾ അത് ഉപ്പ് നോക്കണം. കറിയായാലും ചെറുതിലേ അങ്ങനെ കയ്യും കൊണ്ട് വരും. തോരൻ വെച്ചാലും കറി വെച്ചാലും ഉപ്പ് നോക്കണം. എപ്പോഴും കൈയും കൊണ്ട് വരും. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ വെക്കുക, എന്നെ പിടിച്ച് വെച്ച് ടാറ്റായും കാണിക്കുന്നു, എന്നെ പിടിച്ച് വെച്ച് ഉമ്മയും വെക്കുക. അത് ഉപ്പ് നോക്കാൻ പറഞ്ഞത്. അതിന് അവനും തന്നെ വായിലോട്ട് ഉപ്പ് നോക്കി വെച്ച് എൻ്റെ വായി വെച്ച് തന്നിട്ട് എൻ്റെ വാ അടപ്പിച്ച് തരും. ഇടയ്ക്ക് കോമഡിയും ഉണ്ട്,
എല്ലാം കൊണ്ട് വായു അടപ്പിച്ച് വെച്ച് തരുക. പിന്നെ അത് കഴിഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കും. അത് എപ്പോഴും ഇവരുടെ ഒരു ജോലിയോ കെട്ടിപ്പിടിയും ഉമ്മ കൊടുക്കുമൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് ഇച്ചിരി ജ്യൂസ് അടിക്കാമെന്നും പറഞ്ഞൊരു പൈനാപ്പിൾ ഇരുന്നു. അപ്പോൾ ആ പൈനാപ്പിൾ ഒന്ന് അരിഞ്ഞ് അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് ജ്യൂസ് അടിക്കാം എന്ന് പറയും. അന്ന് മിക്സി ഒന്നും ഓൺ ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ വെച്ച് കറണ്ടയിലൊന്നും അങ്ങനെ തൊടത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫാനിൻ്റെ സ്വിച്ച് അതുപോലെ ലൈറ്റിൻ്റെ സ്വിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടും. പക്ഷേ മിക്സിയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കട്ടെ, ഇച്ചിരി മനസ്സിലാകട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് കൊടുത്തതൊക്കെ ഓക്കെ ആണെന്ന് പറയുക. അപ്പോൾ എല്ലാവർക്കും എടുത്ത് ചെല്ലുക, ജ്യൂസ് കുടിക്കാൻ പോകുന്നു പുള്ളിക്കാരൻ. അങ്ങനെ ജ്യൂസ് വലിച്ച് കുടിച്ച് നോക്കുക. അപ്പം ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസും കാര്യം, ഓക്കെ ആണെന്ന് പറയുക. അപ്പോൾ അത് കഴിഞ്ഞ് ചോറ് ഇപ്പം ഇച്ചിരി ചക്ക ഇരുന്ന് അതുമൊക്കെ വേവിച്ച് കൊടുക്കുക. അപ്പോൾ ആ ചക്കയൊക്കെ എടുത്ത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് എല്ലാവരും കൂടി പോകാൻ ഇറങ്ങുക. അങ്ങനെ വണ്ടിക്കകത്ത് കയറും. അപ്പം പുള്ളിക്ക് ഗേറ്റൊക്കെ അടച്ച് കുറ്റിയൊക്കെ ഇട്ട് നല്ല ഉറപ്പ് വരുത്തിയിട്ടേ ഇറങ്ങത്തുള്ളൂ. അത് നിർബന്ധമാണ്. എല്ലാം സുരക്ഷിതമായിട്ട് നോക്കണം. നോക്കിയതിന് ശേഷമേ വണ്ടിയിൽ കയറി ഇരിക്കത്തുള്ളൂ. ഫ്രണ്ടിലേ ഇരിക്കത്തുള്ളൂ, ബാക്കിലിരിക്കത്തില്ല. ആ സീറ്റ് വണ്ടി വാങ്ങിച്ച നാൾ തൊട്ട് പുള്ളി തന്നെ. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ അവരുടെ വീടിനടുത്ത് കടലുണ്ട്. അങ്ങനെ അവരും ഞങ്ങളും കൂടെ കടലിൻ്റെ ഇറക്കെ വരെ പോയി. അങ്ങനെ കടൽ സൂര്യൻ അസ്തമിക്കുന്ന സമയമായപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ പോയി എല്ലാവരും കൂടി ഇന്ന് കടൽ കാണുക. ക്യാമറാമാനെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് നീങ്ങി ഇന്ന് പാറയുടെ അടുത്ത് പോയി ഇന്ന് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് ക്യാമറാമാന് മൂത്ത ആളിനെ വിളിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുക, വീഡിയോ എടുക്കണം. അതിന് ഇച്ചിരിച്ച് നടന്നിട്ട് തിരിഞ്ഞ് നിൽക്കുക, കൂടെ ചെല്ലുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഇച്ചിരി നേരം നടക്കുകയും അടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇതോടുകൂടി ഈ വീഡിയോ തീർന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.